ഹേ ഗായ്സ്, വെൽക്കം ടു ജി ജെ വേഴ്സ്. ദിസ് ഇസ് മി ജി ജെ. ഇന്ന് ഞാൻ കണ്ട പടം പാതിരാത്രിയാണ്. പാതിരാത്രി എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ പുഴു സിനിമ ഡയറക്റ്റ് ചെയ്ത് രതീനയുടെ ഡയറക്ടോറിയറ്റ് വന്നിട്ടുള്ള അടുത്ത സിനിമയാണ്. സൗബിനും നവ്യ നായരുമാണ് ഇതിന്റെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള നായാട്ട്, ജോസഫ്, ഇപ്പൊ ഈയിടയ്ക്ക് ഇറങ്ങിയ റോന്ത്, അത്തരത്തിലുള്ള പോലീസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു പോലീസ് സ്റ്റോറിയാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള തീം. ഒരു സീനിയർ റാങ്കിലുള്ള ഓഫീസറായിട്ട് നവ്യ നായരും ഒരു കോൺസ്റ്റബിൾ റോളിൽ സൗബിനുമാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്. ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ ഈ സിനിമയിൽ ഉള്ളൂ എങ്കിലും എല്ലാ ക്യാരക്ടേഴ്സിനും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സിനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഫ്രം ദ സ്റ്റാർട്ട് ഇപ്പം അതിൽ ചെറിയ റോളിൽ വരുന്ന ഒരു കള്ളൻ്റെ വേഷത്തിൽ വരുന്ന ആൾ മുതൽ ഇതിനകത്ത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു പത്ര റിപ്പോർട്ടറിൻ്റെ വേഷത്തിൽ വരുന്ന ആൾ വരെ എല്ലാം ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. ഞാൻ ജസ്റ്റ് 2-3 പേരുടെ പേര് പറയാം. ഇപ്പം നേരത്തെ പറഞ്ഞാൽ നവ്യ, സൗബിൻ, പിന്നെ നമ്മുടെ ആൻ അഗസ്റ്റിൻ, സണ്ണി വെയിന്, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് എല്ലാ റോളിലും വരുന്നതും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു ആക്ടിങ് മികവ് ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. ഇതിൽ നവ്യ നായർ ചെയ്യുന്നത് ഒരു സീനിയർ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറുടെ കഥാപാത്രമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പോലീസ് ഓഫീസർ അവരുടെ ആ ഒരു ലൈഫിൽ ഡെയിലി നേരിടുന്ന ഓരോ പരിപാടികൾ, അപ്പോൾ അതിനിടയ്ക്ക് അവരുടെ ഫാമിലിയിൽ കുറച്ച് ട്രബിൾസ് ഉണ്ട്. അതേപോലെ തന്നെ അവിടെയുള്ള കോൺസ്റ്റബിൾ ആയിട്ടുള്ള സൗബിൻ്റെ ഫാമിലിയിലും കുറച്ച് സ്ട്രഗിൾ ഉണ്ട്. അവരൊന്നിച്ച് ഒരു നൈറ്റ് റോന്തിന് വേണ്ടി ഇറങ്ങുകയാണ് പാതിരാത്രി സമയത്ത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ അത് കുറച്ച് വലിയ ഇൻസിഡൻസിലോട്ട് ചുരുളിങ്ങനെ അഴിഞ്ഞ് പോകുന്നതാണ് അതിൻ്റെ ഒരു കഥ. ഫുള്ളൊരു ടെൻഷൻ ബിൽഡിംഗ് ആണ് ഇതിൻ്റെ പരിപാടി. അതായത് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഫാമിലിയിലെ ഒരു ടെൻഷൻ, പിന്നെ അല്ലാതെ മകളെ കാണാൻ പറ്റുമെന്ന് അറിയാത്തൊരു അച്ഛൻ്റെ ടെൻഷൻ, പിന്നെ അല്ലാതെ പോലീസ് സ്റ്റേഷനിലെ ടെൻഷൻ, രാത്രി യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പിന്നെ ഒരുപാട് ടെൻഷൻസ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് അതിനെല്ലാത്തിനും ഓരോ ആൻസേഴ്സും വന്ന് പോകുന്നുണ്ട്. ഇൻ്റർവെല്ലൊക്കെ നിർത്തുന്ന നല്ലൊരു സ്പോട്ടിലാണ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് വളരെ സ്ലോ പേസ്ഡ് ആണെങ്കിലും നല്ലൊരു സ്ലോ ബേണിംഗ് ആയിട്ടുള്ളൊരു ത്രില്ലറാണ്. എന്താ പറയുക, തിയേറ്ററിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു എങ്കിലും ആ ഒരു തിയേറ്റർ അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് കാണാനായിട്ട് പറ്റിയൊരു സിനിമയാണ്. ആ ഒരു സൗണ്ടിങ്ങും ആ ഒരു പരിപാടികളും ഒക്കെ കേട്ട് രസിച്ച് കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സിനിമയായിട്ട് തോന്നി. ഇതിലെനിക്ക് പേഴ്സണലി എഗ്രി ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, നവ്യ നായരുടെ ആ ഒരു റോളിനോട് എത്ര ശതമാനം നീതി പുലർത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് എനിക്ക് തോന്നിയില്ല. നവ്യ നായർ കുറച്ചൊരു ഉറക്കം തൂങ്ങി സ്റ്റൈലിൽ എന്താ പറയുക, പാതിരാത്രി സിനിമയിൽ ഒരു പാതി വെന്ത ഒരു പോലീസ് ഓഫീസറായിട്ടാണ് നവ്യ നായരുടെ ആക്ടിങ്ങിൽ എനിക്ക് തോന്നി. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് എല്ലാ സീനും ചെയ്ത പോലെ ഫീൽ ചെയ്തു. പക്ഷെ കേടില്ലാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ട്. ഒരു പുതുമുഖ ആയിട്ടുള്ളൊരു പോലീസ് ഓഫീസറായിട്ടാണ് അത് കാണിക്കുന്നത്. അതായത് പ്രൊബേഷൻ പീരീഡിലാണ് അവർ. അപ്പോൾ അതുകൊണ്ടുള്ള കുറച്ച് ടെൻഷനും കാര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാത്ത ബുദ്ധിമുട്ടുകളും അതൊക്കെയാണ് അവർ ഫേസ് ചെയ്യുന്നത്. സോ അതൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. സൗബിനിലോട്ട് വരികയാണെങ്കിൽ സൗബിന് ഈസിയാണ്. ഇതൊരു എന്താ പറയുക, കേക്ക് വാക്ക് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ആ കൊടുത്ത ക്യാരക്ടറിനെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു ഇലവീഴ പൂഞ്ചിറയിലൊക്കെ നമ്മൾ കണ്ട കൈൻഡ് ഓഫ് ഒരു സൗബിൻ അത്രയ്ക്കൊരു സൈക്കിക്ക് അതിലോട്ട് പോകുന്നില്ല എങ്കിലും ആ ഒരു കൈൻഡ് ഓഫ് ഒരു ദേഷ്യവും കുറച്ച് ഫാമിലി പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം എപ്പോഴും ഒരു ടെൻഷൻ ആയിട്ടുള്ള ഫേസ്, എന്നാൽ 1-2 തമാശകൾ ക്രാക്ക് ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പുഴുവിൽ നിന്നും പാതിരാത്രിയിലേക്ക് വരുമ്പോൾ രതീന എന്ന് പറഞ്ഞ ഡയറക്ടർ ഒരുപാട് മാറിയിട്ടുണ്ട്. പുഴു എന്ന് പറയുമ്പോഴത്തേക്കും ത്രൂ ഔട്ട് സീരിയസ് മോഡ് പിടിച്ചു പോകുന്ന പടമാണെങ്കിൽ ഇത് അങ്ങനെയല്ല. ഇടയ്ക്കൊന്ന് ഒരു ലൈറ്റ് ആക്കിയിട്ട് പിന്നീട് സീരിയസിലേക്ക് പോയി പിന്നീട് മുറുകി പോകുന്ന ഒരു അഴിച്ചിട്ടും അഴിയാത്തൊരു കുടുക്കിലേക്ക് പോകുന്ന പോലത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ഡയറക്ഷനാണ്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്ന കാന്താര ഫസ്റ്റ് പാർട്ടിൽ, അതായത് ആദ്യം ഇറങ്ങിയ കാന്താരയിലെ വില്ലനായിട്ട് വന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഡബ് ചെയ്തിരിക്കുന്നത് നന്നായിട്ടുണ്ട്. അദ്ദേഹം ആ ക്യാരക്ടർ നന്നായിട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെ ഒരു ചെറിയ സ്ഥലത്ത് ഒരു സംഭവം ഉണ്ടാകുന്നത് പിന്നീട് അത് എലിവേറ്റ് ചെയ്ത് എത്രമാത്രം വലിയ ഒരു ഇൻസിഡൻ്റായി മാറുന്നു എന്നുള്ളതൊക്കെ കാണിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഓരോ ക്യാരക്ടേഴ്സിനും വേണ്ടി വളരെ വലിയ ആക്ടേഴ്സിനെ കൊണ്ടുവന്നത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. മൊത്തത്തിലൊരു എബോവ് ആവറേജ് എക്സ്പീരിയൻസ് തന്ന ഒരു ത്രില്ലറാണ്. ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 5-ൽ ഒരു 3 കൊടുക്കാൻ പറ്റിയ ഒരു സ്ലോ ബേണിംഗ് ആയിട്ടുള്ള വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ത്രില്ലർ മൂവിയാണ്. ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് അത്തരത്തിൽ വളരെ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള പോലീസ് സ്റ്റോറികൾ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കണ്ടു നോക്കാം. അല്ലാതെ ഭയങ്കര ഇങ്ങനെ ജിങ് എന്ന് പറഞ്ഞ് ബാക്ക് ടു ബാക്ക് ഇവൻറ്റ്സ് അങ്ങനെയൊന്നുമില്ല. വളരെ സ്ലോ ആയിട്ടാണ്. ടെൻഷനാണ്, മനുഷ്യരുടെ മനസ്സിലുള്ള വികാരങ്ങളാണ് ഇതിൻ്റെ അകത്തൊരു പ്രധാനമായിട്ട് നമ്മൾ അത്ര എൻഗേജ് ചെയ്തിരുത്തി ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു വികാരങ്ങളുടെ ആ ഒരു മനുഷ്യ മനസ്സുകളുടെ ഒരു സമ്മർദ്ദം അതിനെ എങ്ങനെ അതിജീവിക്കും എന്നുള്ളതൊക്കെ കാണിക്കുന്നതൊക്കെ വളരെ തന്മയത്വമായിട്ട് അത് ചെയ്ത് പോയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഈ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. സാധാരണ പോലീസ് സ്റ്റോറികളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. ഇപ്പം റോന്തിൻ്റെയൊക്കെ ഒരു സ്റ്റൈല് പോലെ എനിക്കിത് ഫീൽ ചെയ്തു. റോന്ത് കണ്ടിട്ടുള്ളവർക്ക്
മനസ്സിലാവും. അതിനകത്തുള്ള ഒരു പോലീസുകാരുടെ സംഭവങ്ങൾ അതുപോലെ തന്നെ ഇതിലും വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. സോ അതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ള അഭിപ്രായം. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ജിജെ ബസ് എന്ന് പറഞ്ഞ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ ജിജെ സൈനിങ് ഓഫ്. ബൈ.